السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. سبحانك لا علم لنا إلا ما علمتنا ولا معرفة لنا إلا ما ألهمتنا. اللهم رب زدنا علما وفهما وأدبا وعقلا وإيمانا كاملا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون. وقال حبيبنا ونبينا وأسوتنا محمد صلى الله عليه وسلم: العين حق أو كما قال رسول الله صلى الله عليه وسلم. കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കാരണവന്മാർ, നമ്മുടെ അഭ്യുദയകാംക്ഷികൾ മരണപ്പെട്ട് ഏതെല്ലാം ഖബർസ്ഥാനുകളിൽ അന്ത്യവിശ്രമത്തിലാണോ, വിശിഷ്യ ഈ പരിശുദ്ധമായ പള്ളിയുടെ പരിസരത്ത് മറവിട്ട് കിടക്കുന്നവർ എല്ലാവരുടെയും ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കുകയും സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുത്തനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബാല്യസന്താനങ്ങൾ, നമ്മുടെ സഹകാരികൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു അവന്റെ കൃപ കൊണ്ട് ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽപ്പെട്ട രോഗികളുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ. കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. മരിക്കുന്നത് വരെ ഇസ്സത്തോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി വിട പറയുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സദാസമയവും പടച്ചറബിനോട് കാവൽ തേടേണ്ടതും ജാഗ്രത കൈകൊള്ളേണ്ടതും
അള്ളാഹുവിൽ എപ്പോഴും തവക്കുൽ ചെയ്ത് ദുആ ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അൽ ഐൻ, കണ്ണീർ എന്നുള്ളത്. വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ തൊട്ടതും പിടിച്ചതുമെല്ലാം കണ്ണേറാണെന്ന് ധരിച്ചുകൊണ്ട് മന്ത്രവാദികളുടെ അടുക്കലോട്ട് കടന്നു ചെന്ന് സദാസമയം മന്ത്രവാദത്തിൽ മുഴുകുന്ന ഒരു പക്ഷം നമ്മുടെ ഈ സമുദായത്തിന്റെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ വേറൊരു പക്ഷം കണ്ണേർ അൽ ഐൻ എന്ന് പറയുന്ന ഹബീബായ നിബിതങ്ങൾ സത്യമാണ് എന്ന് പഠിപ്പിച്ച കണ്ണേർ അതില്ല എന്നും അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നവരെ വിഡ്ഢികളാക്കി ചിത്രീകരിക്കുന്ന ചില പുത്തൻവാദികളും ഈ സമുദായത്തിന്റെ നടുവിലുണ്ട്. രണ്ടു പക്ഷവും ഈ സമുദായത്തിന്റെ നടുവിലാണുള്ളത്. ആയതുകൊണ്ട് തന്നെ അൽ ഐൻ, കണ്ണേർ എന്നുള്ള വിഷയം പ്രസക്തമാണ്, പ്രതിപാദിക്കൽ അനിവാര്യമാണ്. സഹോദരങ്ങളെ, ഹബീബായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ എന്നുള്ളത് വസ്തുതാപരമായിട്ട് ശരി തന്നെയാണ്, ഉള്ള കാര്യമാണ്. അത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു തആല ഈ സമുദായത്തെ പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ വിശ്വവ്യാഖ്യാത വിശകലന ഗ്രന്ഥമായ തഫ്സീറുൽ ബഗവി, അതിന്റെ മുസന്നിഫ് വഇയകാദുല്ലദീന കഫറൂ ലയുസ്ലികൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, സൂറത്തുൽ ഖലമിലെ അവസാനത്തെ വാചകമായ അവസാനത്തെ വാചകത്തിന് ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്തായ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഒരു ചരിത്രം പറയുന്നുണ്ട്. കൽബ് ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ മക്കത്തുണ്ടായിരുന്നത്രേ. രണ്ടും മൂന്നും ദിവസവും പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ കണ്ണെന്നുള്ളത് ഒരു വല്ലാത്ത കണ്ണായിരുന്നു. തന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒട്ടകങ്ങളെയും ആടുകളെയും നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, മാ റഅയ്തു അജ്മല മിൻ, ഇത്രത്തോളം സൗന്ദര്യമുള്ള ഒട്ടകത്തിനെയോ ആടിനെയോ ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ആ സമയം തന്നെ ആ ആടും ഒട്ടകവും അവിടെ ചത്തു വീഴുകയും ചെയ്യുമായിരുന്നു. ശത്രുക്കൾ, മക്ക കുഫാറുകൾ ഈ മനുഷ്യന്റെ കണ്ണേറിന്റെ ബലം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ഉന്മൂലനം ചെയ്യുവാൻ, ഈ നാട്ടിൽ നിന്ന് തിരസ്കരിക്കുവാൻ, ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കുവാൻ, ഇല്ലാതാക്കുവാൻ ആ മനുഷ്യന്റെ അടുക്കലോട്ട് സഹായപ്രാർത്ഥനയുമായിട്ട് കടന്നു വന്നു പ്രവാചകനെ കണ്ണുവെക്കുക. അത് മുഖാന്തരം അള്ളാഹുവിന്റെ പ്രവാചകനെ രോഗിയാക്കുക. അലോസരങ്ങളിലൂടെ, അലട്ടലുകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ പ്രവാചകനെ സഞ്ചരിപ്പിക്കുക. കൽബ് ഗോത്രക്കാരനായ കണ്ണേർ കൊണ്ട് പ്രസക്തനായ ഈ മനുഷ്യന്റെ അരികിലോട്ട് വന്ന് ശത്രുക്കൾ ആരാഞ്ഞു. ഈ മനുഷ്യൻ ആ ദൗത്യം ഏറ്റെടുത്തു. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ മുറ്റത്ത് പ്രബോധനം ചെയ്യുന്ന സമയം ഈ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഖദ് കാന ഖൗമുക യഹ്സബൂനക സയ്യിദ, ജനങ്ങൾ വിചാരിക്കുന്നത് അങ്ങീ ലോകത്തെ ഏറ്റവും വലിയ ഉത്തമനായ മനുഷ്യനെന്നാണ്. വഇഖാലു അന്നക സയ്യിദുൽ മഅയൂൻ, ഈ കൽബ് ഗോത്രക്കാരനായ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല, കണ്ണേറേൽക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെന്നാണ് ഞാൻ നിങ്ങളെ കുറിച്ച് കരുതുന്നത്. സഹോദരങ്ങളെ, ചരിത്രം അതിവിശാലമാണ്. കണ്ണേറുകൊണ്ട് കുലുക്കാൻ നോക്കി അല്ലാഹു സുബ്ഹാനഹു തആല നബിതങ്ങളെ കണ്ണേറിൽ നിന്നും രക്ഷിച്ചു. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, നബിതങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, പക്ഷേ നബിതങ്ങൾക്ക് ഐനേറ്റിട്ടില്ല, കണ്ണേറേറ്റിട്ടില്ല. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ എന്നുള്ളത് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേൾക്കുക, വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ സബഖതുൽ ഐൻ, അല്ലാഹുവിന്റെ വിധികളെ മുൻകടന്ന ഏതെങ്കിലും ഒരു വിധിക്ക് ഒരു മനുഷ്യൻ വിധേയമാകുന്നുവെങ്കിൽ അത് കണ്ണീറിന് മാത്രമേ മനുഷ്യൻ വിധേയമാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അള്ളാഹു വിധിച്ചതിന്റെ അപ്പുറം ഈ ലോകത്ത് ഒന്നും നടക്കില്ല എന്നുണ്ടായിരിക്കെ ഇനി എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് കണ്ണേറ് കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന്
മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു, അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി ബഅദ ഖളാഇല്ലാഹി വഖദ്രിഹി ബിൽ ഐൻ. ഈ സമുദായത്തിൽ ആളുകൾ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയെത്തുമ്പോൾ മരണപ്പെടും, നിസ്സംശയം, അതിൽ സംശയിക്കേണ്ടതില്ല. പക്ഷേ അല്ലാഹുവിന്റെ ഖദർ ഖളാ കഴിഞ്ഞാൽ, അലംഘനീയമായ വിധി കഴിഞ്ഞാൽ, ഈ ലോകത്ത് വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് കണ്ണീർ മുഖാന്തരമായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഐനു തദ്ഖുലു റജുല അൽ ഖബറ വതുദ്ഖിലുൽ ജമല അൽ ഖിദറ. നബി തങ്ങൾ പറയുകയാണ്, കണ്ണീർ എന്നുള്ളത് മനുഷ്യനെ ഖബറിലോട്ട് എത്തിക്കും, ഒട്ടകത്തിന്റെ ചട്ടിയിലാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില ആളുകളുടെ കണ്ണ് വീടിന്റെ മുറ്റത്തൊരു വാഴ കൊലച്ചു നിൽക്കുന്നു, എന്താ അളിയാ വിട്ടാറായില്ല എന്ന് ചോദിച്ചാൽ മതി, ആ സമയത്ത് തന്നെ കൊല പടർന്ന് താഴെ വീഴും. ചില ആളുകളുടെ കണ്ണാണത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അൽ ഐൻ തുദ്ഖിലു റജുല അൽ ഖബറ, മനുഷ്യനെ ഖബറിലോട്ട് എത്തിക്കും, ഒട്ടകത്തിനെ ചട്ടിയിലാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ കൂട്ടുകാരനെ പറ്റി തന്റെ മുന്നിൽ തന്നെ കേൾക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. ഒരിക്കൽ ഞാനും എന്റെ സഅദ് ഇബ്നു അബീ വഖാസ് എന്ന പേര് പറയപ്പെടുന്ന കൂട്ടുകാരനും ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. പോരാത്തതിന് അതീവ സുന്ദരനുമായിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടതും മക്കയിലെ ഒരു പെണ്ണ് പറഞ്ഞു, എത്ര വടിവത്ത ശരീരമാണ്, കാണാൻ എന്തൊരഴകാണ്. ഈ സമയത്ത് തന്നെ ഒട്ടകത്തിന്റെ പുറത്ത് ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഒട്ടകത്തിന്റെ താഴോട്ട് വീണു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സഅദ് ഇബ്നു അബീ വഖാസിന്റെ കൈകാലുകൾ ഒടിഞ്ഞുപോയി. അത്രമാത്രം തീവ്രതയുള്ള ഒരു കാര്യത്തിനാണ് കണ്ണീർ എന്ന് പേര് പറയപ്പെടുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാമിക നിയമപ്രകാരം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളുടെ ശറഹിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു നാട്ടിൽ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ണീർ കൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുകയാണെങ്കിൽ ആ മനുഷ്യനെ ആ നാട്ടിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കണം. ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ ആ മനുഷ്യനെ മാറ്റിപ്പാർപ്പിക്കണം. അയാൾ ദരിദ്രനാണെങ്കിൽ വീട്ടിലോട്ട് വേണ്ട ഭക്ഷണ സാമഗ്രികൾ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കണം. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഹൃംസ ജന്തുക്കളെക്കാൾ ഈ സമുദായം ഭയപ്പെടേണ്ടത് കണ്ണേറുകാരെയാണ്, കണ്ണു വെക്കുന്നവരെയാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എന്താണ് കണ്ണേർ? ആ കണ്ണേറിന്റെ അടിസ്ഥാനം എന്താ? എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ കണ്ണേറേൽക്കുന്നത്? ആരിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ കിതാബിൽ രചിച്ചു വെച്ചിട്ടുണ്ട്, ദുഷിച്ച പ്രകൃതമുള്ള കൽബ് നല്ലതല്ലാത്ത മനുഷ്യരിൽ നിന്ന് അസൂയയിൽ ചാലിച്ച ഒരു തരം കാര്യത്തിനാണ് കണ്ണേർ എന്ന് പറയുന്നത്. അസൂയ മുഖാന്തരമാണ് കണ്ണേർ ഉണ്ടാകുന്നത്. ഒരു മനുഷ്യൻ ഉന്നതിയിലെത്തുമ്പോൾ അതിൽ അസൂയ കൊണ്ട് പറയുക, അത് മുഖാന്തരമാണ് കണ്ണേർ ഉണ്ടാകുന്നത്. കൽബ് നല്ലതല്ലാത്തവന്റെ അടുക്കൽ നിന്നാണ് കണ്ണേർ സംഭവിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഏറ്റവും ഒടുവിലത്തെ അധ്യായങ്ങളിൽപ്പെട്ട സൂറത്തുൽ ഫലഖിലെ അവസാനത്തെ വാചകം, വമിൻ കുല്ലി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും സത്യവിശ്വാസികളോട് കാവലിനെ തേടാൻ അല്ലാഹു പറയുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, വമിൻ കുല്ലി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പറഞ്ഞാൽ അസൂയാലുക്കളായ കണ്ണെറിയുന്നവരുടെ കണ്ണേറിൽ നിന്നും കാവല് തേടാനാണ് അല്ലാഹു ഈ സത്യവിശ്വാസികളോട് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കണ്ണേർ ബാധിച്ച ആളുകളെ മന്ത്രിക്കുവാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുന്ന് ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെയും ദുആ ചെയ്യുമായിരുന്നു, വമിൻ ഐനി ഹാസിദിൻ ഇദാ ഹസദ്, അല്ലാഹുവേ അസൂയാലുക്കളുടെ കണ്ണേറിൽ നിന്നും ഈ വ്യക്തിയെ നീ മുക്തനാക്കണേ അല്ലാഹ്, മോചിപ്പിക്കണേ അല്ലാഹ്, കാവല് കൊടുക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. കിതാബുകളിൽ കാണാം, അസൂയ ഇല്ലാതെ പോലും കണ്ണേറ് ബാധിക്കും.
അസൂയൊന്നും വേണ്ട, വെറുതെ ഒരു വാചകം മതി, അങ്ങനെയും കണ്ണേറ് ബാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കുക. സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു മക്കയിലെ ഏറ്റവും സുന്ദരനും സുമുഖനുമായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. മഹാനായ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ആമിറും സംഘവും അതിലൂടെ കടന്നുപോയി. ആമിർ റളിയല്ലാഹു തആല അൻഹു കറുത്ത മനുഷ്യനാണ്, സുമുഖനല്ലാത്ത മനുഷ്യനാണ്, സുന്ദരനല്ല. മഹാനായ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, മാ റഅയ്തു അജ്മലു മിൻഹു അബദാ. ഇത്രത്തോളം സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. കുളിച്ചുകൊണ്ടിരുന്ന സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു തലകറങ്ങി വീണു. കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബത്ത് ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വാചകം കേട്ടു. സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിനെ താങ്ങി എടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുന്നിലോട്ട് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ ഹബീബ് സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു. അല്ലാഹുമ്മ അബ്ഹിബ് ഹർറഹാ വവസബഹാ. നാദാ, ഈ മനുഷ്യനെ തിരിക്കുന്ന ചൂടിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാഹ്. എന്നിട്ട് ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ണെറിഞ്ഞ മനുഷ്യൻ എത്ര സുന്ദരനാണ് എന്ന് സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ അരികിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇദാ റആ അഹദുകും മിൻ നഫ്സിഹി ഔ മാലിഹി ഔ അഖീഹി മാ യുഅജിബുഹു ഫല്യദഉ ബിൽ ബറകാ. നിന്റെ സഹോദരന്റെ പക്ഷത്ത് നിന്ന് നിന്നെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഫല്യദഉ ബിൽ ബറക. സഹോദര, നീ പറഞ്ഞതുപോലെയല്ല പറയേണ്ടത്, അവന് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല കട കണ്ടു, നല്ല കടയാണ്, തനിക്കും അതേ ബിസിനസ്സാണ്. അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കല്ല വേണ്ടത്, തന്നെക്കാളും സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ കണ്ടു, എന്തൊരു സൗന്ദര്യമാണ് എന്ന് പറയുകയല്ല വേണ്ടത്. ബാറക്കല്ലാഹ്, അല്ലാഹു താങ്കൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അതല്ലെങ്കിൽ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ് എന്നൊക്കെ പറയും. അതാണ് നബി തങ്ങളുടെ അധ്യാപനം. സഹോദരങ്ങളെ, സമയമില്ല, സ്വന്തം കണ്ണ് പോലും സ്വന്തം ശരീരത്തിലേൽക്കുമെന്നാണ്. ഞാൻ എന്നെക്കുറിച്ച് ഞാൻ എത്ര സുന്ദരനാണ്, സുമുഖനാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് എന്നെ ബാധിച്ചേക്കാം. അന്നിഹായ വൽ ബിദായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു രാജാവിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. മഹാനായ അബുൽ ബഷർ എന്ന പേര് പറയപ്പെടുന്ന, അബുൽ ബിഷർ അൽ ഹാഫി എന്ന പേര് പറയപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കണ്ണാടി നോക്കിക്കൊണ്ട് പറഞ്ഞത്രേ, കാന മുഹമ്മദുൻ നബിയ, മുഹമ്മദ് റസൂലുള്ള നബിയാണ്, വ അബൂബക്കറുൻ സിദ്ദീഖ, അബൂബക്കർ എന്നുള്ളത് സത്യസന്ധനാണ്, സ്ഥാനപ്പേരിന് അർഹനാണ്, വ ഉമറുൻ ഫാറൂഖ, വ കാന ഉസ്മാനു ഹയ്യ, വ കാന അലിയുൻ ശുജാഅ, വ അനൽ മലികു ശാബ്. എല്ലാവരെയും കുറിച്ച് വർണ്ണിച്ചിട്ട് അദ്ദേഹം സ്വന്തത്തെ വർണ്ണിച്ചു. വ അനൽ മലികു ശാബ്, ഞാനോ സുമുഖനായ ഒരു ചെറുപ്പക്കാരനായ യുവത്വം തുളുമ്പുന്ന ഒരു രാജാവാണ്. ഇദ്ദേഹം ഇത് പറയുന്നത് മുഖാന്തരം ഉടൻ തന്നെ അദ്ദേഹം തൽസമയം മരിച്ചു വീണു എന്ന ചരിത്രം. സ്വന്തം കണ്ണുപോലും ഏൽക്കും, അത്രത്തോളം തീവ്രമാണ് കണ്ണേറ്, ഐന് എന്ന ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിസ്സാര കാര്യമില്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐൻ. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ജിന്നുകളിൽ നിന്ന്, പിശാചുകളിൽ നിന്ന് കണ്ണേറ് ബാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലോട്ട് ഒരു കുഞ്ഞ് കടന്നു വരികയാണ് മാതാവുമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാണ് വരുന്നത്, മന്ത്രിക്കുവാൻ. നബി തങ്ങൾ നോക്കുമ്പോൾ ആ കുഞ്ഞു പെൺകുട്ടിയുടെ മുഖത്തൊരു മഞ്ഞപ്പുണ്ടായിരുന്നു. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഈ കുഞ്ഞിന്റെ മുഖത്ത് എപ്പോ മുതലാണ് മഞ്ഞപ്പ് വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മാതാവ് പറഞ്ഞു, രാത്രി മുതലാണ്. അവിടുന്ന് പറഞ്ഞു, ഉമ്മ, ഇത്
ഇത് ജിന്നുകളുടെ നോട്ടം ബാധിച്ചതാണ്, ജിന്നുകളുടെ കണ്ണീറുണ്ടായതിന്റെ അടയാളമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് മഞ്ഞപ്പുണ്ടാകുക. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്, കെട്ടുകഥകളല്ല, ആരെങ്കിലും പറഞ്ഞ വാചകങ്ങളല്ല. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖത്ത് മഞ്ഞപ്പുണ്ടാകുക, പ്രത്യേകിച്ച് രാത്രിയിൽ, അത് ജിന്നുകളുടെ നോട്ടം കിട്ടിയതാണ്, കണ്ണേർ ബാധിച്ചതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കണ്ണേറേൽക്കും, പെട്ടെന്ന് കണ്ണേറേൽക്കും. ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലോട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു മാതാപിതാക്കൾ കടന്നു വന്നു. 2 കുഞ്ഞുങ്ങൾ, അവർക്കാകെയുള്ള 2 കുഞ്ഞുങ്ങൾ മെലിഞ്ഞൊട്ടിയിരിക്കുന്നു. അവര് താമസിക്കുന്ന പ്രദേശത്ത് നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടമുണ്ട്. പിന്നെ എന്തേ ഈ കുഞ്ഞുങ്ങൾ മെലിഞ്ഞൊട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തുടരെ കണ്ണേറ് തട്ടുന്നവരാണ്, കണ്ണേർ പെട്ടെന്ന് ഏൽക്കുന്നവരാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇസ്തറുകൂ ലഹുമാ, അറിയാവുന്ന എന്തെങ്കിലും ആയത്തുകൾ ഓതിയിട്ട് കുഞ്ഞുങ്ങളെ മന്ത്രിക്കാൻ പാടില്ലായിരുന്നോ? കുഞ്ഞുങ്ങളെ മന്ത്രിക്കാൻ പാടില്ലായിരുന്നോ? മന്ത്രിക്കണം സഹോദരങ്ങളെ, ഹദീസിൽ വന്ന കാര്യമാണ്. അതിനെ ശിർക്കാണെന്നും ബിദ്അത്താണെന്നൊക്കെ പറയുന്നവരുണ്ട്. മന്ത്രിക്കുക എന്നുള്ളത് സുന്നത്താണ്, സുനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലോട്ട് കരഞ്ഞുകൊണ്ട് ഒരു കുട്ടി കടന്നു വന്നു. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീബി ആ കുഞ്ഞിനെ മന്ത്രിച്ചു, കരച്ചിൽ നിന്നു എന്ന് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സമയമില്ല, കണ്ണേറിനുള്ള പരിഹാരം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എങ്ങനെ കണ്ണേറ് ബാധിക്കാതിരിക്കാം, ഐൻ എങ്ങനെ ഏൽക്കാതിരിക്കാം? ഒന്നാമതായിട്ട് കിതാബുകളിൽ കാണാം, കണ്ണേറ് ഏൽക്കാനുള്ള സാഹചര്യം ഉപേക്ഷിക്കലാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 12 മക്കളാണ്. എല്ലാവരും ഒന്നൊന്നിന് സുമുഖന്മാരാണ്, സുന്ദരന്മാരാണ്. ഈജിപ്തിലോട്ട് ആദ്യമായിട്ട് കടന്നു പോകുമ്പോൾ തന്റെ മക്കളോട് യാക്കൂബ് നബി പറഞ്ഞു, وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة. മക്കളെ, നിങ്ങളെല്ലാവരും ഒരു കവാടത്തിലൂടെ പട്ടണത്തിലോട്ട് പ്രവേശിക്കല്ല്, വിവിധ വാതിലുകളിലൂടെ വേണം നിങ്ങൾ പട്ടണത്തിലോട്ട് പ്രവേശിക്കുവാൻ. എന്തേ അങ്ങനെ ഒരു പിതാവ് മക്കൾക്ക് ഉപദേശം കൊടുത്തതെന്നറിയുമോ? സുമുഖരും സുന്ദരന്മാരുമായ തന്റെ മക്കൾക്ക് കണ്ണേറേൽക്കാതിരിക്കാൻ. സാഹചര്യം ഉപേക്ഷിക്കുക. കണ്ണേറേൽക്കുന്ന സാഹചര്യങ്ങൾ മക്കളെയൊക്കെ ഒരുപാട് ചമഞ്ഞ് ഒരുക്കി സമൂഹത്തിൽ പ്രദർശിപ്പിക്കാതിരിക്കുക, ഒരുപാട് മോടി പിടിപ്പിച്ച് നടക്കാതിരിക്കുക. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. 2, നമ്മൾ കാരണവും ഒരാൾക്ക് കണ്ണേറേൽക്കരുത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ വേണം. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, അത്ഭുതം ഉളവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ് എന്ന വാചകങ്ങൾ പറയുക. അതിനെ പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കുക. എപ്പോഴാണ് അൽഹംദുലില്ലാഹ് പറയേണ്ടത്, എപ്പോഴാണ് മാഷാ അല്ലാഹ് പറയേണ്ടത്, എപ്പോഴാണ് ബാറക്കല്ലാഹ് പറയേണ്ടത്, ഒരു കൃത്യമായ വ്യക്തത നമുക്കുണ്ടായിരിക്കുക. ഏതെങ്കിലും ന്യൂസ് ചാനലിന്റെ താഴെ ഒരു അമുസ്ലിമായ വ്യക്തി വാർത്ത വായിക്കുമ്പോൾ, ഒരു മുസ്ലിം നാമധാരിയായ അല്ലെങ്കിൽ ഒരു മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു എന്ന വാർത്ത വായിക്കുമ്പോൾ ചാടിക്കേറി അതിന്റെ താഴെ കമന്റ് ഇടുന്നു മുസ്ലിമീങ്ങൾ, ആമീൻ. അദ്ദേഹം ദുആ ചെയ്തിട്ടില്ല. ഈ കാഫിറായ മനുഷ്യൻ ദുആ ചെയ്തിട്ടാണ് ഇവർ ആമീൻ ഇട്ടേക്കുന്നത്. ഒരു മരണവാർത്തയുടെ താഴെ വെറുതെ ആമീൻ ആമീൻ എന്ന് കുറിച്ചിടുകയാണ്. ഇതാരാ വായിക്കുന്നത്? മരണവാർത്ത, ഒരു മുസ്ലിമായ മനുഷ്യൻ. പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കണം. ഒരാൾ ദുആ ചെയ്തു, ആമീൻ എന്ന് കമന്റിട്ട് കുഴപ്പമില്ല. അത്ഭുതം ഒളിവാക്കുന്ന ഒരു കാര്യം കണ്ടു, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, അത് പ്രയോഗിക്കേണ്ട സ്ഥലമാണ്. സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കണ്ടു, മാഷാ അല്ലാഹ് എന്ന് പറയലാണ് വേണ്ടത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു 2 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് റിസീവറായിട്ട് ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. ഭർത്താവിന്റെ ഇദ്ദയെല്ലാം കഴിഞ്ഞിട്ട് 4 മാസവും 10 ദിവസവും കഴിഞ്ഞ ഒരു സഹോദരി ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ കുറച്ച് പൈസയായിട്ട് ആ സഹോദരന്റെ മുന്നിലോട്ട് കടന്നു വന്നു. ഈ റിസീവറിന്റെ മുന്നിലോട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ദുആ ചെയ്യണം.
ഇൻഷാ അല്ലാഹ് എന്ന് പറയേണ്ട മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവസ്ഥ. പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു കോമം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പറയുന്നത് ശീലമാക്കുക. പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. മൂന്നാമതായിട്ട് കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു ചികിത്സയാണ്, ആരുടെ കണ്ണാണോ തനിക്ക് ബാധിച്ചത് എന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇന്നവന്റെ കണ്ണാണ് തന്നെ ബാധിച്ചിരിക്കുന്നത്, തന്റെ കച്ചവടത്തെ ബാധിച്ചിരിക്കുന്നത്, തന്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്, കാന യുമറുൽ ആയിൻ ഫയതവല്ലഉ സുമ്മ യഗ്തസിലു മിൻഹുൽ മഈൻ, റവാഹു അബൂ ദാവൂദ്. ആ മനുഷ്യനെ കൊണ്ട് വുളൂ ചെയ്യിപ്പിക്കണം, കണ്ണെറിഞ്ഞ മനുഷ്യനെ കൊണ്ട് വുളൂ ചെയ്യിപ്പിക്കണം. ആ വെള്ളം താഴെ പോകാതെ ഒരു പാത്രത്തിൽ സൂക്ഷിക്കണം, ശേഖരിക്കണം. എന്നിട്ട് കണ്ണീർ ഏൽക്കപ്പെട്ട മനുഷ്യന്റെ തലയിലൂടെ, ദേഹത്തിലൂടെ ആ വെള്ളം ഒഴിക്കണം. ഇതൊരു ദുർമന്ത്രവാദമല്ല, ഹദീസിൽ പറയപ്പെട്ട, പരാമർശിക്കപ്പെട്ട ഒരു ചികിത്സയാണ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യമാണ്, നാലാമത്തെ കാര്യമാണ് മന്ത്രിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ എപ്പോഴും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കൊച്ചു കുഞ്ഞുങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയുമായിട്ട് കടന്നു വരുമായിരുന്നു. നബിയെ, ഒന്ന് മന്ത്രിക്കണം, എൻ്റെ മക്കൾ സ്ഥിരം കരച്ചിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്ത് മന്ത്രിക്കും, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ രണ്ട് വാചകങ്ങൾ പറഞ്ഞ് തന്റെ മക്കൾ മന്ത്രിക്കുമായിരുന്നുവെന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നബി തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹദീസിലുണ്ട് അത്. ഒരിക്കൽ തന്റെ പരിഭവം, നബി തങ്ങളുടെ പരിഭവം ജിബ്രീൽ മുന്നാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തി. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ മന്ത്രിച്ചു, ബിസ്മില്ലാഹ് അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീഖ, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീഖ എന്ന് പറഞ്ഞതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് 3 വട്ടം ഓതി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് 1 വട്ടം ഓതി, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 വട്ടം ഓതി. എന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയിൽ കൈവച്ച് മന്ത്രിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം. നബി തങ്ങളെ പോലും മന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മന്ത്രിക്കുക, ആവശ്യമായ സന്ദർഭങ്ങളിൽ മന്ത്രിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ ഖലമിന്റെ അവസാനത്തെ ഭാഗത്തുള്ള ഒരു ഹദീസ് ആയത്താണ്, വഇയകാദുല്ലദീന കഫറൂ ലയുസ്രിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. നബിതങ്ങൾക്ക് കണ്ണേർ ബാധിക്കുവാൻ വേണ്ടി അവസരം ഒരുങ്ങിയപ്പോൾ, നബിതങ്ങളെ കണ്ണേറിൽ കൊടുക്കുവാൻ വേണ്ടി ശത്രുക്കൾ ഒരുങ്ങിയപ്പോൾ, അതിൽ നിന്ന് അല്ലാഹു മുക്തനാക്കും എന്ന് പ്രതിപാദിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞൊരു ആയത്തുണ്ട്, സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. സൂറത്തുൽ മുൽക്കിന് ശേഷമുള്ള സൂറത്താണ്. അതിന്റെ അവസാനത്തിൽ ഈ ആയത്തുണ്ട്. കണ്ണേറ് ബാധിച്ച ഒരു വ്യക്തിയെ ഈ ആയത്തോതി മന്ത്രിച്ചു കഴിഞ്ഞാൽ ശിഫയുണ്ടാകുമെന്ന ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ എല്ലാ ശർറുകളിൽ നിന്നും കാക്കുമാറാവട്ടെ. കണ്ണേറ് ബാധിച്ച്, സിഹ്ർ ബാധിച്ച് ജീവിതം പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകളെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. സമകാലിക ബോധം പോലും നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ അലയേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലാഹു നമുക്കാർക്കും വരുത്താതിരിക്കുമാറാവട്ടെ. സിഹറിൽ നിന്ന്, ഐനിൽ നിന്ന് അല്ലാഹു നമ്മളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ കച്ചവടങ്ങളെ, കച്ചവട സ്ഥാപനങ്ങളെ അല്ലാഹു കാക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ ഇസ്സത്തോടെ, ഈമാനോട് കൂടി ജീവിച്ച് അവസാനം കലിമ പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം രാവിലോ പകലിലോ മരണപ്പെടാൻ അർഹമുർ റഹീമായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.